ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെഴുത്തൂടെ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവെഴുത്ത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മതി, നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന ഏവരെയും ആശീർവദിക്കണം. അവിടുത്തെ ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച ദൈവകരങ്ങൾ ഫലമേൽപ്പിച്ച് ഈശ്വരിച്ച് അവിടുത്തെ ദാസൻ്റെ മേലും കൃപ ചൊരിയണം. ഈ സെൻറ്ററിനായി പ്രവർത്തകർക്കായി എല്ലാവരെയും ആശീർവദിക്കണം. ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാല ഏരിയയുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസാദ് പാസ്റ്റർ കുടുംബം, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സെൻറ്ററിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന മാന്യ കർത്തദാസന്മാർ കുടുംബങ്ങൾ, വിശേഷിച്ച് ഇന്ന് രാത്രിയിലെ ഈ കൺവെൻഷൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഫലമേൽപ്പിക്കുവാൻ കടന്നു വന്ന് അത് ശുശ്രൂഷ മഹനീയമായി ചെയ്ത കർത്താവിൻ്റെ വലിയൊരു ദാസൻ KP കുര്യൻ അവർകൾ, ആമേൻ, കൂടെയുള്ളതായ ബഹുമാന്യ കർത്തദാസൻ ബാബു തലവടി അവർകൾ, ആമേൻ, പ്രാർത്ഥനയിൽ സഹായിച്ച കർത്തദാസന്മാർ, വിശേഷിച്ച് പ്രിയ സൈമൺ സാറ്, ആമേൻ, അതുപോലെ തന്നെ മറ്റ് കൂടെ വന്ന കർത്തദാസന്മാർ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വിവിധ ചുമതല വഹിക്കുന്ന കർത്തദാസന്മാർ, സമീപവാസികൾ, സ്ഥലവാസികൾ, ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ മണർകാട് കവലയിൽ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഇപ്പോൾ തത്സമയം കാണുന്ന പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രിയ മാണിജാൻ പാസ്റ്ററുടെ മകനാണ്, അദ്ദേഹം, കൂടെയുള്ളവർ, ഈ ലൈവ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഈ കൺവെൻഷൻ്റെ പിമ്പിൽ അധ്വാനിച്ച് പ്രവർത്തിച്ച ആമേൻ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സന്ധിയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാരംഭ സമയം അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനം ശുശ്രൂഷിച്ച് ഈ മഹായോഗം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഫലമേൽപ്പിക്കുവാൻ അവിടുത്തെ ദാസന് വിശേഷ കൃപ കൊടുത്തല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ ഉണ്ട്, അദ്ദേഹം ഇച്ചിരിയേറെ സമയം എടുക്കട്ടെ, ഞാൻ നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ എന്ന് ഞാൻ പ്രസാദ് പാസ്റ്ററോട് പറഞ്ഞു. അത് പുള്ളിയോട് പറഞ്ഞോ എന്നറിയത്തില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ അദ്ദേഹം അങ്ങ് പെട്ടെന്നിരുന്നു. കാരണം എനിക്കറിയാം, അദ്ദേഹം ആമല്ലൂർ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഞാനും സഭായത്തിന് കൂടുകയും അവിടെ ആ മെമ്പർഷിപ്പ് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ദൈവവചനം അടുക്കടുക്കായിട്ട് പറയും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ശിവ പാസ്റ്ററോട് പറഞ്ഞു, നന്നായിട്ട് ദൈവവചനം പറയും. അത് ഞാൻ കേൾക്കുകയും അനുഭവിക്കുകയും പ്രാപിക്കുകയും ചെയ്തയാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമൊന്നും വരികയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അദ്ദേഹം ഇരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനൊന്നും പറയാഞ്ഞെന്നും പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഇന്ന് യോഗം 9 മണിക്ക് നടത്താം, അല്ലയോ? പിന്നെ എപ്പോഴാണ്? അതാ, അവർക്കും പോകണം, അല്ലെ? അവരവിടെ നിന്ന് മുരടും. 9:30യോ? സ്വത്രാഴ്ച ഉണ്ടോ? സ്വത്രാഴ്ച ഇതിനിടയ്ക്കാണ്. ആട്ടെ, ഇവിടെ നടത്തിപ്പിൽ അവർ പറയുന്നത് 9:30 വരെ എന്നാണ്. ഇന്ന് 9:30 വരെ. നാളെ ഇച്ചിരോട്ട് നേരത്തെ തരികയാണെങ്കിൽ 9 അങ്ങ് നിർത്താം. എല്ലാവർക്കും ദൂരോട്ടൊക്കെ പോകേണ്ടവരല്ലേ, അല്ലേ? ആൾക്കാരില്ലേ എന്നെ പിരാകും, അയാളുടെ തൊഴിലിതാന്ന് പറയും. ആട്ടെ, ഇന്ന് രാത്രി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. കുമ്പനാട്ടിൽ നിന്ന് വന്നവർക്ക് ബദ്ധപ്പാടുണ്ടെന്നറിയാം. നിങ്ങളുടെ ഇരിക്കുന്നത് സന്തോഷം. അതല്ല, ബദ്ധപ്പാട് കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ശൗലിനെ അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞല്ലോ, യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. അവിടുന്ന് അരുളി ചെയ്ത തിരുവെഴുത്താണ്. മത്തായി 28:18 ഒരിക്കൽ കൂടി ദൈവദാസൻ വായിച്ച് സഹായിച്ചാട്ടെ. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അടുത്ത് എന്ന് സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. പരതിൽ പതങ്ങി
ആമനിക്കായി നീ പാരിതിൽ പാദമീ ആമനിക്കായി നീ പരമ ഭവനം അതിനെ തെളിഞ്ഞ പരമ ഭവനം അതിനെ വെടിഞ്ഞ പരമ ഭവനം അതിനെ വെടിഞ്ഞ കരുണയോടു പൊടുതറിവതിൽ ഇടരറുവതിൽ അരുളിന കരുണയോടു പൊടുതറിവതിൽ ഇടരറുവതിൽ അരുളിന കരുണയോടു പൊടുതറിവതിൽ ഇടരറുവതിൽ അരുളിന കരണമ ചരണമ മമ ചരണമ തവ കരണമായി പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ സ്തുതികൾ ധ്വനിക്കും നല്ല മൊടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മൊടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മൊടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ കല്ലിത സുഖമിക മരുവിടും അവമുരുവിടും ദയപ്പെരുകിടും ഒരു പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
ഇന്നും അവിടുന്ന് അനുവദിച്ചാൽ നാളെയും മറ്റന്നാളും ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ശരണപ്പെടുന്നു. എന്നെ ക്ഷണിച്ച കർത്തദാസനും ഈ ഏരിയയിലുള്ളവർക്കും ചുമതലപ്പെട്ടവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ്. അവിടുന്ന് തിരുവായി മുടിഞ്ഞ ഒരു കാര്യമാണ് വായിച്ചത്. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഈ തിരുവചനത്തിനെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെടുന്നത്. ആ ഭാഗത്തേക്ക് വന്നില്ലെങ്കിൽ അവിടുന്ന് അനുവദിച്ചാൽ ബാക്കി ഭാഗം നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ, ക്രമത്താലെ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ദൈവത്തിന് മഹത്വം. ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകം ഞാൻ എല്ലാ ഇടങ്ങളിലും പ്രാരംഭത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിൻ്റെ കാരണം ഇതറിയാത്ത ചിലർ നമ്മുടെ നടുവിലുണ്ട്. സമീപവാസികളോ സ്ഥലവാസികളോ ദൂരത്തുള്ളവരോ അക്രൈസ്തവരായവരോ നിരീശ്വരവാദികളോ മറ്റിതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ചിന്തിക്കും, ഇത് നിങ്ങൾ എന്തുവായി പറഞ്ഞത് എന്ന് ചിന്തിക്കും. അത് വരരുത്. അതിന് ഓൺലൈനിലും ചിലർ കാണും. അപ്പോൾ വിശേഷിച്ച് ദൈവകൃപ കൊണ്ട് പറയട്ടെ, ഈ ശുശ്രൂഷ ചില നാളുകളായിട്ട് ചെയ്യുന്നുണ്ട്. പെന്തിക്കോസുകാർ മാത്രമല്ല ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെയും കൂടെ അറിവിനെ അവരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. പെന്തിക്കോസുകാർക്ക് ഞാൻ പറയുന്ന കാര്യമെല്ലാം അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ബലപ്പെടാനൊന്നുമല്ലെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ, ഒക്കുന്നുണ്ടോ, റൂട്ട് മാറുന്നുണ്ടോ എന്നൊക്കെയാണ്. റൂട്ട് മാറുമ്പോൾ നോട്ടമൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയായി ഇപ്പം ചോദിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ വേദപുസ്തകം, സത്യവേദ പുസ്തകം 66 പുസ്തകം, ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഉണ്ടാക്കാൻ ഒക്കത്തുമില്ല. ദൈവത്തിൻ്റെ വചനമാണ്. 66 പുസ്തകം. ഒരു വരി ഇങ്ങനെയുണ്ട്: വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്ക് ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റുകയാണ്. അടുത്ത ലൈന: പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 66 പുസ്തകം ഇതിനെ 2 ഭാഗങ്ങളായിട്ടാ സാധാരണ തിരിച്ച് പഠിക്കുന്നത്. അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമം. ഇത് മുഴുവൻ നിയമമാണ്. പക്ഷെ ഇത് എടുത്തുകൊണ്ട് നടക്കുന്നവരാ ഇത് മുഴുവൻ തെറ്റിക്കുന്നതും. അതെ, എന്നെ നോക്കുവൊന്നും വേണ്ട. ഇത് നിയമമാണ്, പക്ഷെ ഇതെടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാ കൂടുതൽ. ഒരു ഉദാഹരണമല്ല, അനുഭവമാണ്. എപ്പോഴും പറയാറുള്ളത്, ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു യോഗത്തിന് പോകണം, ഒരാൾ ബൈക്ക് വിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് വിട്ടാട്ടെ. അപ്പം വേറൊരാൾ പറഞ്ഞു ഞാനും വരുന്നെന്ന്. ഞാൻ പറഞ്ഞു 3 പേര് കയറണ്ട, 2 പേര് 2 വീലറാണ്. ഓ കുഴപ്പമില്ല, എനിക്ക് പോവുകയും ചെയ്യണം, ഇവർ വിട്ടെങ്കിലേ പോക്ക് നടക്കും. ഞാൻ പറഞ്ഞു 2 പേര് പോയാൽ മതി. ഒക്കത്തില്ല. പിന്നെ എന്നെയും കൂടെ നടുക്കിരുത്തി മുമ്പും പുറമ്പും അവർ 2 പേര് വിടുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പുറകിലും ഇരിക്കുന്നത്. അപ്പം ഒഴിച്ചു കൂടാൻ പറ്റുകയില്ല, എനിക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യണം. കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു പോലീസ് പിടിക്കും. ഓ ഒന്നും കുഴപ്പമില്ലെന്ന്, പോലീസ് കാണുകയില്ലെന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, ബൈക്കായാലും അങ്ങോട്ട് സ്പീഡിൽ പോയി. ഒരു വളവും ഇറക്കവും കൂടെ പോലീസ് കൈ കാണിച്ചു. വളവായതുകൊണ്ടും കൊണ്ടും പോകാനൊക്കത്തില്ല, ഇറക്കമായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചിട്ട് നിന്നുമില്ല. നിർത്തി ഉടനെ എവിടെ പോവാന്ന് ചോദിച്ചു. പ്രാർത്ഥനയ്ക്ക്. അപ്പം മുന്നിൽ ഇരുന്ന പുള്ളിയോട് ചോദിച്ചു, ഇദ്ദേഹം പാസ്റ്ററാന്ന് പറഞ്ഞു. എന്നെ ചൂണ്ടിക്കൊണ്ട്, എവിടെ പോവാ? പ്രാർത്ഥനയ്ക്ക്.
അപ്പം അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരുടെ ഞങ്ങളും പ്രാർത്ഥനയ്ക്കാം. 3 പേരും പ്രാർത്ഥനയ്ക്കാം, ആയിക്കോട്ടെ. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്തുവാ കയ്യിലിരിക്കുന്നത്? വേദപുസ്തകം. സാറേ വേദപുസ്തകം. അതെന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പം ഫ്രണ്ടിലെ കവറിനകത്തും അതും വേദപുസ്തകമാണ്. നിങ്ങളുടെ ഈ വേദപുസ്തകത്തിൽ പുറകെ ഇരുന്ന പുള്ളിയോട് പറഞ്ഞ എൻ്റെ കയ്യിലുണ്ട്, അവനെ സൈഡ് വെച്ചിരിക്കുക, അത് അവനും കാണും. 3 പേരുടെ കയ്യിൽ ഉണ്ടല്ലയോ? അപ്പോൾ ചോദിച്ചു, ഇത് എത്ര പുസ്തകമാണ്? അപ്പം നമുക്കൊരാഗ്രഹം സുവിശേഷം പറയാനൊരു ചാല് കിട്ടുകയാണ്. പുള്ളി നമ്മളെ പൂട്ടാൻ പോവുക. അപ്പം ഞാൻ പറഞ്ഞു 66 പുസ്തകം. 66 ഉണ്ടല്ലയോ? ഉണ്ട്. ഇത് എങ്ങനെയാ തിരിച്ചേക്കുന്നത്? സാറേ ഇത് പഴയ നിയമോ പുതിയ നിയമം? ഉടനെ പുള്ളി പിടുത്തം കൂടി. നിയമമാ അല്ലയോ? അതെ. എത്ര നിയമോ? പഴയ നിയമോ പുതിയ നിയമോ? അപ്പം നിയമം പറയാനാണോ അങ്ങോട്ട് പോകുന്നത് തിരുവല്ലയ്ക്ക്? ഞാൻ പറഞ്ഞ അതെ. 2 വീലറിൽ എത്ര പേര് കയറണമെന്നാ നിയമം? വെട്ടിനകത്ത് വീണ്. 2. ഹെൽമെറ്റ് വേണോ? വേണം. നിയമം തെറ്റിയല്ലോ. അപ്പം അദ്ദേഹം പറയുക, കുഴപ്പമില്ല, നിയമം തെറ്റിച്ചേച്ചേ, ഈ നിയമം പറയാൻ പറ്റുന്നത് പോകാൻ. പെറ്റി അടിച്ചില്ല, തെറിയും പറഞ്ഞില്ല, വണ്ടി മാറ്റി വെക്കാൻ. പുള്ളി പറഞ്ഞ് പെട്ടെന്ന് പോകാനാ, പെട്ടെന്ന് എന്ന് പറയാൻ നിയമം. നല്ല മനുഷ്യനാ, യോഗം മുടക്കിയില്ല, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഈ നിയമം തെറ്റിച്ചേച്ചേ അതിനകത്ത് നിയമം ചെന്ന് അവിടെ ചെന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മ വന്നു. ശോഭിച്ചില്ല. സത്യം പറയണമല്ലോ. മനസാക്ഷിക്ക് കുത്തല്. മനസാക്ഷിക്ക് കുത്തൽ. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ വള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ. മിക്കവർക്കും അനുഭവങ്ങളുണ്ട്. അവിടെ നമുക്ക് വിഷയം വിട്ടേക്കാം. വെറുതെ എന്തിനാ ആദ്യ ദിവസം തന്നെ ഒരു സങ്കടകരമായ അനുഭവത്തിൽ എല്ലാവരും പിരിഞ്ഞു പോകുന്നത്? സന്തോഷത്തോടെ പോകാം. അപ്പം ഇത് നിയമമാണ്. പഴയ നിയമവും പുതിയ നിയമവും 2 ഭാഗങ്ങൾ. പഴയ നിയമ പുസ്തകങ്ങൾ 39 പുസ്തകവും പുതിയ നിയമ പുസ്തകങ്ങൾ 27. എന്നാൽ ചില ആൾക്കാരുടെ കയ്യിൽ കുറച്ച് പുസ്തകം കൂടുതലുമുണ്ട്. അപ്പോൾ ചില ചോദിക്കും, അതാരാ? അതവരെ കാണുമ്പോൾ അറിയാം. അവരുടെ വസ്ത്രധാരണം, പോക്ക്, നടപ്പ്, പ്രാർത്ഥന രീതി, ചൊല്ലുത്തെയൊക്കെ കാണുമ്പോൾ അറിയാതെ പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ് പോകുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, ഞാൻ പറയത്തുമില്ല. കാണുമ്പോൾ അറിയാം പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ്. എന്നാൽ 66 പുസ്തകം, ഇതാ അതിൻ്റെ ക്രമം, കണക്ക്. 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. അതിൽ ഈ 66 പുസ്തകം ഏതാണ്ട് 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് എഴുതിയതാണ്. ഇതെല്ലാം പഠിച്ചവരും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാ. ഈ വേദിയിലും അവിടെയൊക്കെ ഇരിക്കുന്ന സാറുമൊക്കെ ഇരിക്കുന്ന പേടിച്ചാ പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ പല ഭൂഖണ്ഡത്തിലിരുന്ന ഈ പുസ്തകം എഴുതിയത്. പക്ഷേ ഇത് എഴുതി ക്രമീകരിച്ച് വന്നപ്പോൾ ഒത്തെന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷത. വെട്ടണ്ടി വന്നിട്ടില്ല, തിരുത്തണ്ടി വന്നിട്ടില്ല. എൻ്റെ ഭാഷ തൂക്കറവറിട്ട് തൂക്കേണ്ട ഗതികേടും വന്നിട്ടില്ല. ഞാൻ സാധാരണ പറയുന്നതിന് 2 കാര്യമാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു പരാമർശമുണ്ട്. തുടക്കത്തിൽ വായിച്ചു ഉറങ്ങാന്നു വായിക്കേ. ഉൽപ്പത്തി 1:1 കാണാനാന്നേലും പറഞ്ഞു. എന്നാലും ആദിയിൽ ദൈവം മതി ദൈവദാസനെ മതി. ഇനി വായിക്കണേ. ആദിയിൽ ദൈവം, ഏകവചനമാ ദൈവം. ആദിയിൽ ദൈവങ്ങളെന്നല്ല, ആദിയിൽ ദൈവം, ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ഇപ്പോഴാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ദൈവങ്ങളാകുക. അതെ, ദൈവം ആക്കുക. എന്തുവാ 2 പേരും പറഞ്ഞു? വെട്ടമടിക്കുക. അതാ കണ്ണ് ചിമ്മിയിരിക്കുക. ഇവിടെ ജേസിനെ കാണുകയല്ല. ഇന്നിങ്ങനെ പോട്ടെ. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന്. ഇന്നിങ്ങനെ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ആദിയിൽ ദൈവം ഏകവചനമാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് 1600 കൊല്ലം മുമ്പ് ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി. 1600 കൊല്ലം കഴിഞ്ഞും ആ ദൈവത്തെ തന്നെയാ പറയുന്നത്.
വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഏത് ദൈവത്തെ പറഞ്ഞോ ദൈവത്തിന്റെ കാര്യം തന്നെ ആ വെളിപ്പാട് പുസ്തകത്തിലും ആമേൻ പറയുന്നത്. ആമേൻ ഇങ്ങനൊരു പദവും കൂടെ ഉണ്ട്, നീയല്ലോ ഏക പരിശുദ്ധൻ, ഏക ദൈവം. ഒറ്റ പരിശുദ്ധനെയുള്ള കിഴക്കൊരു പരിശുദ്ധനും പടിഞ്ഞാറ് ഒരു പരിശുദ്ധനും, കിഴക്കിന്റെ പരിശുദ്ധനും പടിഞ്ഞാറിന്റെ പരിശുദ്ധനൊന്നുമില്ല. ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ, ദൈവം തമ്പുരാൻ മാത്രം. അത് ഏക ദൈവമാണ്. അതാ പറഞ്ഞ ഈ പുസ്തകം തിരുത്തേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഉൽപ്പത്തി പറഞ്ഞ ദൈവത്തെ പറ്റിയ വെളിപ്പാട് നിങ്ങൾക്ക് ആർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഇങ്ങനെ വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. ദൈവത്തിന്റെ മഹത്വം. ദൈവം നാം പാടുക പുതു ഗീതം, മകൾ അവൻ ചെയ്തു. നാം പാടുക പുതു ഗീതം, മകൾ അവൻ ചെയ്തു. അലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. അലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ. അവ ശ്രദ്ധിക്കുക, സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, ഏക ദൈവം. ദൈവത്തെ പറ്റിയ 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും വെളിപ്പാടി പറയുന്നത് മാത്രമാണോ? ദൈവത്തിന്റെ വിശേഷതയെ പറ്റി കൊടുത്തിരിക്കുക. ഏതെങ്കിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനല്ലയോ ദൈവനാസനെ വെട്ടത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നറിയാൻ കണ്ണിന് അങ്ങനെ വായിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് ദൈവം സൃഷ്ടിച്ചതാ, അല്ലാതെ പിച്ചാത്തി എടുത്തെറിഞ്ഞപ്പോ ഉണ്ടായതല്ല. അരിശം കയറിയപ്പോ മാക്കത്തി എടുത്ത് എറിഞ്ഞു, അന്നേരം മണർകാട് പൊങ്ങി വന്നു. ഊളത്തരം പറയാന്ന്. ഇത് വാക്കത്തിയും മഴവും കോടാലിയും വെട്ടുകത്തിക്ക് എറിഞ്ഞപ്പോ ഉണ്ടായതല്ല, സർവശക്തനായ ദൈവം സൃഷ്ടിച്ചതാ. ഈ കാണുന്ന ചരാചരങ്ങളെ അണ്ടകടാകത്തെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാ, ദൈവത്തിന്റെ സൃഷ്ടിയാ. സ്തോത്രം. ചൊന്നുണ്ടൻ വാക്കു മൂലമെന്ന് വനവിരവിൽ പറഞ്ഞ ജ്യോതിർഗണങ്ങൾ നിന്നു. ആകാശത്തവ ഭിന്ന മുഖമ തന്നു. പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല തോയജരങ്ങളും അപ്പൊഴുത് ഉടനായി നേരെ അറിയിച്ചു നായകനേകിയൊരല്ലകൾ നിലയായി. തന്നെയും അല്ല വനങ്ങൾ അപകട മൃഗങ്ങ നാട്ടിലെ മൃഗങ്ങളിൽ തൃണങ്ങൾ പല മൃഗങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ വിളങ്ങിച്ചവനെന്ന്. ആത്മഭാവം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം അതിന്റെ ഉരുവാക്കി ദൈവം പരമവൻ പൂജിതമായ വിചിത്രമതാം ഒരു തോട്ടം ചമച്ചതി പൂജിത ദുഃഖവിരുത്തിയവർക്കൊരു പാഠം പര വിധം ദിവ്യോത്തിതമൊന്നു കൊണ്ടു ഇത് കൽപ്പന സേട്ടം അനി ഉദിപ്പാനോ അരുതെന്നറിവി പരമായത് മാറുത്തും മരണമെന്നൊരു നിഗമില്ലതിന് കരുതണം. നിങ്ങളുടെ ഭാരമഞ്ചുന്നവരോട് വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൽ പരമേറ്റൻ വെള്ളങ്ങളിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ൽ വായിക്കുക. ഏതെങ്കിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകം വന്നപ്പോൾ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. ആ ദൈവം തന്നെ സൃഷ്ടിച്ചെന്ന 1600 കൊല്ലം കഴിഞ്ഞും പറഞ്ഞത്. 4:11 വായിച്ചു. വെളിപ്പാട് പുസ്തകം 4 തെളിവിന് 2 കാര്യം പറഞ്ഞെന്നുള്ളൂ, 100 തെളിവുകളാ. 4:11 വായിച്ചു. വെളിപ്പാട് 4:11 പെട്ടെന്ന് വായിച്ചു. താളഞ്ഞോട്ട് വരയ്ക്കും പെട്ട വിശുദ്ധങ്ങളിൽ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും നീ സർവവും സൃഷ്ടിച്ചവനാ. ഉൽപ്പത്തി 1:1 വായിക്കുന്ന ആദിയിൽ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും തിരുത്തേണ്ട ഗതികേട് പുസ്തകത്തിന് വന്നിട്ടില്ല, വെട്ടേണ്ട ഗതികേട് വന്നിട്ടില്ല, തൂക്കുറപുരട്ട് തൂത്ത് കളയേണ്ട ഗതികേട് വന്നിട്ടില്ല. ആ ദൈവം തന്നെയാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്. വീണ്ടും ആരക്കിട്ട് ഉറപ്പിക്കുക. അതായത് പുസ്തകത്തിന്റെ വിശേഷത. ഇത് കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇതെടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെ
വലിയ വലിയ ഭാഗ്യമാണ്. എന്തുവാ ഇതിൻ്റെ ഭാഗ്യം? 3 വായിര് 1:3 വെളിപ്പാട്. അറിവുള്ള ഭാഗ്യമായി നമുക്ക് വായിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും അപ്പം കേൾക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവൻ. ഇന്ന് പാസ്റ്റർക്കാ ഭാഗ്യം. ആമേൻ. ഇന്ന് പാസ്റ്റർക്ക് തന്നെ. ഇന്ന് ഇവർക്കൊന്നും അത്ര ഉറങ്ങാന്ന് തോന്നുന്നു. ഭാഗ്യം പാസ്റ്റർക്കാ. മുഴുവൻ ഭാഗ്യം കൊണ്ടുപോകും. വായിര് കേൾക്കുന്നവരും. അപ്പം നിങ്ങൾക്കും ഉണ്ട് ഭാഗ്യം. കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാ. പിന്നെ അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വലിയ ഭാഗ്യമാണ്. ഈ യോഗത്തിന് വന്നവരെല്ലാം ഭാഗ്യം ചെയ്തവരാ. ഇനിയും ഭാഗ്യമാണ്. ദൂരത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഭാഗ്യമാണ്. ഇത് വായിച്ച് കേൾപ്പിക്കണം. വായിച്ച് കേൾപ്പിക്കണം. എന്ത് ചെയ്താൽ നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കുകയല്ല. ഇന്ന് പിന്നെ മൈക്ക് വലിയ കുഴപ്പമില്ല, കാണിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ചിലടത്ത് കേൾപ്പിക്കത്തില്ല. എന്നാൽ മറ്റേ ആൾക്കാരെ ശ്രദ്ധിച്ച് എല്ലായിടത്തും പോസ്റ്റേ വെച്ചിരിക്കുക, കേൾപ്പിക്കും. മിക്കതും പിടികിട്ടുന്നുമില്ല. എന്നാലും അങ്ങ് കേൾപ്പിക്കുക. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയല്ല. എനിക്കന്ന് വലിയ വിവരമില്ലാത്തത് കൊണ്ട് വളരെ ലളിതമായിട്ടാണ്. ഗ്രീക്കും ഹീബ്രു ഒന്നുമില്ല. അത് തെറ്റാന്നല്ല, എനിക്കറിയത്തില്ല. ആംഗലേയ ഭാഷയും വശമില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഡുനാമീസ് ഒന്നൊന്നും പറയാൻ ഒക്കെ എനിക്ക് അത് കുറ്റമെന്നല്ല, അറിയാത്തതുകൊണ്ടാണ്. അറിയാമായിരുന്നെങ്കിൽ ഞാൻ കാസറിയാനും. അറിയാത്തത് കൊണ്ട് ഗുണമായി. അറിയത്തില്ല. അപ്പം ഇത് വളരെ മനസ്സിലാകുന്ന ഭാഷയല്ല പറയുന്നത്. എന്നാലും നമ്മുടെ ആൾക്കാർ ഇത് കേൾപ്പിക്കുകയല്ല. ഇവിടെ കേൾപ്പിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. ചില ഇടങ്ങളിലൊക്കെ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാ പോസ്റ്റേലും വെച്ചിരിക്കുക, കേൾക്കുക, എല്ലാവരും കേൾക്കുക. അവർക്ക് 9:30 വിഷയമല്ല, 10 വിഷയമല്ല, 11 വിഷയമല്ല, കേൾപ്പിക്കുക. കേൾക്കാനും ആളുണ്ട് കേട്ടോ. നമുക്ക് 9 ആകുമ്പോഴേ ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കും, കേൾക്കാൻ താല്പര്യമില്ല. മൂക്കയിരിക്കുന്ന കണ്ണട മടക്കും, കേൾക്കാൻ താല്പര്യമില്ല. അല്ല, കേൾപ്പിക്കാനും ചിലർക്ക് താല്പര്യമില്ല. മൈക്ക് സെറ്റുകാരെ വിളിക്കുമ്പോഴേ പറയുന്നത് അങ്ങനല്ലേ, സ്തോത്രം എന്തുവാകും അവൻ പറയത്തരാം, ഇച്ചിരി കൂടെ താക്കാവോ? ഉടനെ അവൻ 2 ബോക്സ് അങ്ങ് താത്തു. അതിവിടെ കൊണ്ടുവരേണ്ടതാ. താത്തു. കുറച്ചുകൂടെ താക്കാവോ? അവൻ ഒരെണ്ണം കൂടെ താത്തു. പിന്നെ കിറ എന്നുള്ള 2 എണ്ണം. ഒന്ന് എൻ്റെ ശബ്ദം അതുപോലെ. ഇത് 2 കൂടെ ആകുമ്പോൾ ഓത്തു. 2 ബോക്സ് അല്ലിയ എന്ന് പറയുമ്പോൾ അങ്ങ് അളിയാന്നാണ് കേൾക്കുന്നത്. ആൾക്കാർക്ക് മനസ്സിലാകുന്നുമില്ല, തിരിയുന്നുമില്ല. പക്ഷെ ഇത് കേൾപ്പിക്കണം. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും. അയ്യോ, അത് മൈക്ക് കൂടെ വായിച്ച് കേൾപ്പിക്കുക. അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇവര് ഭാഗ്യവാന്മാരാ. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. ില്ല പരിഭ്രമിക്കില്ലോ, ക്ഷമിക്ക മാത്രം. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വലിയ മഹാഭാഗ്യമാണ്. ഇത് വായിച്ച് കേൾപ്പിക്കണം, കേൾക്കണം, പ്രമാണിക്കണം. ഭാഗ്യമാണ്. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെയുള്ള ഈ മഹനീയ പുസ്തകം, സത്യവേദ പുസ്തകം, 66 പുസ്തകം, 2 ഭാഗങ്ങൾ, ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട ഈ പുസ്തകം. ഇതിലെ 39 പുസ്തകം പഴയ നിയമത്തിൽ, 27 പുസ്തകം പുതിയ നിയമത്തിലും. പഴയ നിയമത്തിലെ 39 പുസ്തകം ഏതാണ്ട് 32 എഴുത്തുകാരാണ് എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാരാണ് എഴുതിയത്. ആ 8 എഴുത്തുകാരെ എല്ലാം വിവരിക്കാൻ നേരമില്ല. 8 എഴുത്തുകാരിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. ഈ അപ്പോസ്തലന്മാർ 4 പേര്, 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. അങ്ങനെ 4 പേര്. ശേഷമുള്ള 4 പേര് അപ്പോസ്തലന്മാരല്ല. അവര് 1 യാക്കോബ്, 2 യൂദ, 3 മർക്കോസ്, 4 ലൂക്കോസ്. അതിൽ മർക്കോസും ലൂക്കോസും നമുക്കറിയാം 2 അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും. ഇങ്ങനെയാണ് 8 പേര് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതി തീർത്തത്. ദൈവത്തിന് മഹത്വം. അത് ഈ പുതിയ നിയമ പുസ്തകങ്ങൾ 27. പഴയ നിയമത്തിൽ ഇങ്ങനെ തരംതിരിക്കുന്നത് ഒരു 17, ഒരു 5, ഒരു 17. അങ്ങനെ 17, 17, 7, 7, 14, 34, 5, 39.
ആദ്യത്തെ 17, പിന്നെ ഒരു 5, പിന്നെ ഒരു 17. അതിൽ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കർത്താവിന്റെ മഹത്വം. പുതിയ നിയമ പുസ്തകത്തെ ഇങ്ങനെ ആദരിക്കുന്ന ആദ്യത്തെ 5 പുസ്തകം, പിന്നെ ഒരു 21, പിന്നെ 1. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങൾ. ആദ്യത്തെ 5 പുസ്തകം. പിന്നീട് ലേഖനങ്ങളാണ്. അത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ നമുക്കറിയാം. ഒടുവിൽ വെളിപ്പാട് പുസ്തകവും. അപ്പൊ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകം 2ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. 5ാമത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയാണ്. അത് ആദിമ സഭയുടെ പ്രാരംഭ ചരിത്രം. ഇങ്ങനെയാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അതെല്ലാം ചരിത്ര പുസ്തകങ്ങളാണ്. ഓടിച്ചു പോകാം. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം. അതിൽ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. ഏറ്റവും നല്ല ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, ആൾക്കാർക്ക് ഇമ്പമുള്ള ചരിത്രം, സുഖകരമായ ചരിത്രം, ആൾക്കാർ അനാവശ്യം പറയാത്ത ചരിത്രം, അപാകതയൊന്നും ഇല്ലാത്ത ചരിത്രം യേശുവിൻ്റെ ചരിത്രമാണ്. നമ്മുടെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ. അതാ നല്ലത്. എൻ്റെ ചരിത്രവും പ്രസാദ് പാഷയുടെ ചരിത്രവും, പാഷയുടെ പേരെന്നാ, ആ ജേക്കബ് പാഷയുടെ ചരിത്രവും, ബാബുചാൻ്റെ ചരിത്രവും, KP കുര്യൻ പാഷയുടെ ചരിത്രവും, പാഷയുടെ പേര് ബൈക്കിംഗ് സെൻ്ററല്ലേ പറ പേര്, ബഹുമാനപ്പെട്ട സ്റ്റീവൻ പാഷയുടെ ചരിത്രവും ഒന്നും പറയാതിരിക്കുന്നതാ. എന്നാ നിങ്ങൾക്കൊരു സങ്കടം? ആ തോമാച്ചന് വരുന്നോട്ടെ, തോമാച്ചനെ എന്തിനാ വിടുന്നത്? ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ ഒരപ്പച്ചൻ മരിച്ചപ്പം അവർ TPM ഇല്ല. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു മകൻ അവർക്ക് സാക്ഷ്യം പറയുമല്ലോ. ഞാനും പോയിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക് സഹകരിക്കാൻ. അപ്പം അദ്ദേഹത്തിന് സമയം കൊടുത്തപ്പോൾ എല്ലാവരും സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം വന്ന് പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഞാൻ ഈ കിടക്കുന്ന അപ്പച്ചൻ്റെ ഇത്രാമത്തെ മകനാണ്. ഞാൻ കൂടുതൽ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. എല്ലാ ചരിത്രങ്ങളും, എല്ലാവരുടെയും ചരിത്രങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളി പെട്ടെന്ന് ഇങ്ങിരിക്കുകയും ചെയ്തു. ഇതാ നല്ലത്. നമ്മുടെ ചരിത്രം ഒന്നും അധികം, ഇപ്പം ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആ കാവാലത്തിൻ്റെ ചരിത്രവും വിജയുടെ ഒക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അകത്തുണ്ട് ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ പറഞ്ഞില്ല ബാബുച്ച, സത്യമാണ് ഞാൻ പറയുന്നത്. ഇയാൾ കൂടുതൽ ചരിത്രമൊന്നും പറഞ്ഞു, ഇയാളുടെ പൂർവ്വകാല ചരിത്രമല്ല. ബാബുച്ച എന്നെ ഇളകിച്ചിരിക്കുന്നേ. അയ്യോ, ഞാൻ പരമാർത്ഥമാണ് പറഞ്ഞേ. നമ്മുടെ എല്ലാം ചരിത്രത്തിനകത്ത് അപാകത കൊണ്ട് ഇപ്പം ചില ആൾക്കാർ പുസ്തകമാണ്, ജീവചരിത്രം മുഴുവൻ കള്ളവാ, ചരിത്രമാണോ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾ പറ, സത്യം പറ. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ? പറയത്തില്ലേ? പറയത്തില്ല, ഞാൻ പറയാം. ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ, ചരിത്രമൊന്നും അല്ല. ആത്മകഥ, ജീവചരിത്രം മാറാം. സഭയിൽ അടി ഉണ്ടാക്കി അതിനകത്ത് എഴുതുവോ? അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയത് എഴുതുവോ? ഒരുത്തനെ വക വരുത്താൻ നോക്കിയത് എഴുതുവോ? എഴുതുന്ന ആ ഭാഗം വരുമ്പോൾ ഇങ്ങനെ വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നു. എങ്ങോട്ട് വിട്ടുകളയുന്നു? പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. എന്തെങ്കിലും അപാകത ഉണ്ടേ പറയണം. വിസ്താര ഭയത്താൽ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെയും നിങ്ങളുടെയും ചരിത്രമൊന്നും വിളമ്പാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഏറ്റവും നല്ല ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, യാതൊരു അപാകതയുമില്ലാത്ത ചരിത്രം, ചെവിക്ക് സുഖമുള്ള ചരിത്രം, ഹൃദയത്തിന് ആനന്ദം തരുന്ന ചരിത്രം, നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ചരിത്രം, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ചരിത്രം, അത് നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വമുള്ളവനും അവൻ വേറൊരുത്തനില്ല. അവൻ പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം നീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ക്രിസ്തു, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, മോശയിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ ബോധമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ ബോധമായി.
പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവീ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവീ. ബലവും ബഹുമാനം ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. ബലവും ബഹുമാനം ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. തിരുനാമേക്കും വാഴ്ത്തുവീൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ചരിത്രം നല്ല ചരിത്രമാണ്. അതാണ് ആദ്യത്തെ 4 പുസ്തകം, മത്തായി സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. ദൈവത്തിന്റെ മഹത്വം നല്ല ചരിത്രമാണ്. നമ്മൾ ഇന്ന് രാത്രി ഈ മത്തായി സുവിശേഷം 28:18 എടുത്തത്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. നാളെ മറ്റന്നാളും ഒക്കെ അവിടെ നിന്ന് അനുവദിച്ചാൽ നമുക്ക് ദൈവകൃപയെ ശരണപ്പെട്ട് സംസാരിക്കാമല്ലോ, കർത്താവ് കരുണ ചെയ്താൽ. അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി സുവിശേഷം എന്തുവാ സുവിശേഷം? എന്തുവാ സുവിശേഷം? എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കള്, സുവിശേഷം മതം മാറ്റമല്ല, അവൻ സഭ മാറുകല്ല, സംഘടന മാറുകല്ല, നാട്ടുകാരുടെ സ്വത്തത കെടുത്തുകല്ല, ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ആൾക്കാരെ മറത്തിച്ചേർക്കൽ. അങ്ങനെയൊക്കെ ഉണ്ട്. ചേർന്നില്ലേ നിന്റെ പെടലി കണ്ടിക്കും. ചിലർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ, അവരുടെ ചില രീതികളൊക്കെയാ. വത്സ, നീ അവൻ്റെ തലയെടുത്തുകൊണ്ട് വാ, ഞാൻ നിന്നിൽ. വത്സൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കേൾക്കുന്ന വത്സൻ ഉടനെ വടിവാളുമായിട്ട് വത്സൻ അങ്ങ് പോവുക. മതത്തിൻ്റെ പേര് പറഞ്ഞ്, വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് അലോഗ്യം ഉണ്ടാക്കരുത്. ഒരു തന്നെ പടലി കണ്ടിച്ചുകൊണ്ട് വരുമ്പോൾ പ്രസാദിക്കുന്ന ദൈവമാണോ? അല്ല, അത് ക്രൂരനാ. ദൈവ സ്നേഹമാണ്. ഒരുത്തന്റെ അവയവത്തെ മുറിക്കുമ്പോൾ പ്രസാദിക്കുന്നത് ദൈവമാണോ? അല്ല. അവിടെ നമ്മുടെ കർത്താവിനെ പിടിക്കുന്ന സമയത്ത് പത്രോസ് ക്ഷിപ്രകോപിയാ, പുള്ളിക്ക് അങ്ങ് സഹിക്കാൻ മേലാഞ്ചി വാളെടുത്ത് വെട്ടി ചെവി അന്നേരം എടുത്ത് ഫിറ്റ് ചെയ്ത് യേശു. സ്തോത്രം. അതാ യേശു. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് പറയും, അവൻ്റെ പെടലിക്കല്ലേ വെട്ടാൻ, നിനക്ക് ഉന്നമില്ലല്ലോ, ഇങ്ങനെയാണോടാ വെട്ടുന്നത്? 20 വർഷം എൻ്റെ കൂടെ ശുശ്രൂഷകനായിട്ടിരുന്നിട്ട് വെട്ടാനറിയാൻ മേലേ? മിണ്ടുന്നില്ലല്ലോ ആരും. മിണ്ടണ്ട, എന്തിനാ നീ മിണ്ടുന്നത്? ഒരുത്തന്നെ പെടലി എടുക്കുമ്പോൾ പ്രസാദിക്കുന്ന ആളല്ല ദൈവം. ഒരുത്തനെ കൊന്നേച്ച് വരുമ്പോൾ സംപ്രീതനാകുന്ന ആളല്ല ദൈവം. അവിടുന്ന് കരുണയുള്ളവനാ, ആർദ്രതയുള്ളവനാ, ദയുള്ളവനാ, അനുകമ്പയുള്ളവനാ, മനസ്സലിവുള്ള ദൈവമാ. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവാകുന്ന യേശുക്രിസ്തു. അപ്പൊ ഈ എന്താ സുവിശേഷം? മതം മാറ്റമല്ല, സഭ മാറുകയല്ല, സംഘടന മാറുന്നതൊന്നുമല്ല, മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്ന മാർഗമല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചില ബ്ലോക്ക് ചെയ്യുക. നമ്മൾ അത്യാവശ്യം പോകുമ്പോൾ ഉടനെ ഈ ഡ്രസ്സാണെ പിന്നെ പറയുകയും വേണ്ട. പിന്നെ നമ്മളൊന്നും പറയത്തില്ല, സ്വോത്രം പറയുന്നതുകൊണ്ട് സ്വോത്രേ പറയാവൂ. ദൈവത്തിന് മഹത്വം. നാളെ ഒരാൾ പറഞ്ഞു എൻ്റെ മേലും എന്താ ഞാൻ വെറുതെ ഇരിക്കുകയല്ലെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, റോഡ് ബ്ലോക്ക് ചെയ്യുന്ന മാർഗമല്ലിത്. നാട്ടുകാരുടെ സ്വസ്ഥത കെടുത്തുകയല്ല, വടിവാള് കിറക്കി ആൾക്കാരെ മതത്തിൽ കൂട്ടുന്നതല്ല, പോക്ക് ചൂണ്ടി ഈ മാർഗത്തിലാക്കുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു.
നമുക്കറിവുള്ള വാക്യമാണെങ്കിലും ഒന്ന് വായിച്ചതിലൊക്കെ വേറെ പുസ്തകത്തിലുള്ള കാര്യമാണ് കേൾവിക്കാരറിയണമല്ലോ. അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. തീമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത് എല്ലാവർക്കും മനഃപാഠമാ. എന്നിരുന്നാലും പ്രിയ പാസ്റ്ററെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാണ് സുവിശേഷം. അപ്പൊ സുവിശേഷം യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. അതാ ഇന്ന് നാളെ അവിടെ നിന്ന് അനുവദിച്ചാൽ മറ്റന്നാൾ ഇവിടെ മുഴങ്ങുന്നത് സുവിശേഷം യേശുക്രിസ്തു. ഓടിച്ചു പോകാം. ഈ സുവിശേഷം എന്തിനാ? ഒറ്റവാക്കി പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാനാ. സകല മനുഷ്യരും രക്ഷപ്പെടണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കണ്ടോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ചുറ്റിച്ചു വളർത്തുന്നു. ഒറ്റവാക്കിൽ കേൾവിക്കാരോട് പറയട്ടെ, എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറയനാകുന്ന യേശുക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷ യേശുവില്ല. യേശു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ ഒരു സഭക്കാരുടെ ആളല്ല. കത്തോലിക്കരുടെ സ്വന്തമല്ല യേശു. യാക്കോബ, ഓർത്തഡോക്സ്, അത് തന്നെ രണ്ടുണ്ട്. ദേവലോകവും അങ്ങ് അന്ത്യോക്കി, അവരുടെ ആരുടെയും കുത്തകയല്ല ക്രിസ്തു. പിന്നെ മാർത്തോമ, യാക്കോബ, കൽദായ, സുറിയാനി, ഒത്തിരി ഉണ്ട്. യാക്കോബായി തന്നെ പല വകുപ്പുകളുണ്ട്. കൽദായ, സുറിയാനി, പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കനാനായ കത്തോലിക്കര്, ഉഴവൂർ സൈഡ്, റാന്നി സൈഡെല്ലാം കനാനായ യാക്കോബ. പിന്നെ തൃശ്ശൂരുണ്ട് കൽദായ, സുറിയാനി, ഒത്തിരി ഉണ്ട്. പിന്നെ ഇവാഞ്ചലിക്കല്, മാർത്തോമ, സാൽവേഷൻ ആർമി, CMS, ആംഗ്ലിക്കൻ, അതിനകത്ത് തന്നെ വകഭേദം ഇവിടെ പാമ്പാടിലുമൊക്കെ ഉണ്ട്. പിന്നെ CSI, മധ്യ കേരള മഹാ ഇടവക, അത് തന്നെ 3 കേരളത്തിൽ തന്നെ. മേലുകാവും തിരുവനന്തപുരവും കോട്ടയംകാർക്ക് മറ്റവരെ അത്ര ബോധിക്കുമോ എന്നുള്ളത് ആട്ടെ, ഉള്ളതാട്ടെ. എല്ലാത്തിനും അതുകൊണ്ട്, എല്ലാത്തിലും ഉണ്ട്, ഒന്നും തന്നെ അല്ല. പിന്നെ പെന്തിക്കോസ് പല വിഭാഗമാണ്. അസംബ്ലീസ് കോഡ്, ചർച്ച് ഓഫ് കോഡ്, IPC, ഷാരോന്, പിന്നെന്തുവാ WME, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് കോഡ്. ഒരാൾ പറഞ്ഞ് ബേവിച്ചൻ്റെയും തമ്പിച്ചൻ്റെയാണ്, ആയിക്കോട്ടെ. പിന്നെ കുഞ്ഞോളച്ചമ്മയുടെ സഭ, ഒച്ചമ്മയ്ക്കും ഉണ്ട് സഭ, കുഞ്ഞോളച്ചമ്മ. പാപ്പച്ചൻ്റെ സഭ, ഒരാൾ പറഞ്ഞ് പാപ്പച്ചൻ്റെ എവിടാന്നോ പോത്തച്ചൻ്റെ എവിടാന്നോന്ന്. ആണെന്ന് ഞാൻ തമാശല്ലി പറഞ്ഞത്. എല്ലാവർക്കും സഭ. ചുമ്മാ ഇരിക്കുന്ന ബേബിക്ക് വരാ സഭ. ബേബി ചുമ്മാ വന്നിരുന്ന് അവനും ഒരു സഭയായി. എല്ലാവർക്കും ഉണ്ട് സഭ. ഒരു കാര്യം പറയാം, യേശുക്രിസ്തു ഒരു സഭയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിൻ്റെ ദൈവമാ. ഞങ്ങളുടെതാന്നും പറഞ്ഞെല്ലാം വകഞ്ഞു വെച്ച് അത് ഏത് കുരിശും തൊട്ടി അത് അവരുടെ യേശുവാ. പുള്ളി ഇങ്ങനെ നിൽക്കുന്നല്ലോ, അത് അവരുടേതാ. ഇത് ഏത് യേശു? അത് ഞങ്ങളുടെയാ. കൂടെ ആണ്ട് കുറുക്കനാന്നോ പട്ടിയാന്നോ ആടാന്നോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആട്ടെ. ഓരോ സഭക്കാരും തരംതിരിച്ചു വച്ചിരിക്കുക. അയ്യോ, ഞാനൊരു കാര്യം പറയാം, യേശു ഒരുത്തരുടെ അല്ല, യേശു മുഴു ലോകത്തിൻ്റെ ദൈവമാ. ഞങ്ങളുടെ ആരും പറഞ്ഞ് യേശുവിനെ പിടിച്ച് ആമ പകഞ്ഞു വെക്കരുത്. യേശു മുഴു ലോകത്തിൻ്റെ ദൈവമാ. സകല മാനവകുലത്തിനും രക്ഷയ്ക്കായി അവതരിച്ചവനാ നസറയനാകുന്ന യേശുക്രിസ്തു. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. വാക്കു ചൊന്ന അരിയൻ സന്തതി
നീക്കുവിൻ ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊട്ടു തോന്നും ഇവൻ താനേ. നീക്കുവിൻ ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊട്ടു തോന്നും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ സഭയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ആർക്കും യേശുവിനെ ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, അനുധാവനം ചെയ്യാം, സേവിക്കാം, സ്നേഹിക്കാം, പിൻഗമിക്കാം. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഒരു ഭൗതിക വസ്തുവും കൊടുക്കണ്ട, ഒന്നും വേണ്ട. യേശുവിന് ഇതൊന്നും വേണ്ട. യേശുവിന് എണ്ണ വേണ്ട, യേശുവിന് മെഴുകുതിരി വേണ്ട, യേശുവിന് നിലവിളക്ക് വേണ്ട, യേശുവിന് പന്തം വേണ്ട, യേശുവിന് തീപ്പെട്ടി വേണ്ട. തീപ്പെട്ടിയല്ല, നിങ്ങൾക്ക് വട്ടം കാണാൻ മെഴുകുതിരിയായിട്ട് വേണേ ഉരുണ്ട് വീഴാതിരിക്കാൻ. യേശുവിന് ഇതൊന്നും ആവശ്യമില്ല. വേണ്ടെന്ന്. നിന്റെ ആട് വേണ്ട, മാട് വേണ്ട, കോഴി വേണ്ട, 3 പൂങ്കോഴിയായിട്ട് പോവാ. യേശുവിന് ഇതൊന്നും ആടും വേണ്ട. അല്ല, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്നെ എടുക്കാനാ? വായിച്ച മീക 6:6 പെട്ടെന്ന് വായിച്ചു. മീക 6:6 പെട്ടെന്ന്. വെട്ടമുണ്ടോ? ഇരുണ്ടിരിക്കുന്നല്ലോ അവിടെ വല്ല. ദേവദാസനെ വെട്ടമുണ്ടോ? എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അങ്ങോട്ട് ചെല്ലുവെന്ന്. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് ചെല്ലണോ? ആടിനെയും കാളയായിട്ട് ചെല്ലണോ? എന്തിന്? വെട്ടുപാനം വന്നൊരു ആടുമായിട്ട് ചെല്ലുമ്പം കാട്ടിലാന്ന് 1000 ആടും പോത്തുമൊക്കെയാ. അത് നമ്മൾ കൊണ്ടുവരുന്ന പോത്തും ആടും പോലെ. കാരണം മറയൂരിനപ്പുറം മൂന്നാറിലോട്ട് തന്നെ മല നിറച്ച് വരയാടാം. അന്നേരം നമ്മൾ വീണ്ടരയ്ക്കാത്തൊരു ആടുമായിട്ട് അത് രണ്ടാമത് ചവച്ചിട്ട് 4-4 ആട് പരുവക്കെട് കിടക്കുക. എന്നാൽ ദൈവത്തിന് അതുപോലും ചൊവ്വനുള്ളത് കൊടുക്കുകയല്ല. ദൈവത്തിന് നിൻ്റെ ആടും വേണ്ട, കാളയും വേണ്ട, നിൻ്റെ അരിയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, പൂവൻകോഴിയും വേണ്ട, പിടക്കോഴിയും വേണ്ട, ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇതുമായിട്ട് എന്തിനാ അങ്ങോട്ട് എന്തിനാ ചെല്ലുന്നത്? വായിരടുത്ത വാക്യം. 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും. തൈലനദി, അടിയിൽ തൈലനദി ഒഴുകുക. ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് ഇതെല്ലാം പല വകുപ്പാകുന്നത്. അടിയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അന്നേരം വേറെ കേസ് പറഞ്ഞതാ. അതിനെന്ന് വെച്ചാൽ നിങ്ങൾ തല്ലുകൊള്ളണ്ടല്ലോ എന്ന് ഓർത്താ. നിങ്ങൾ കൊള്ളണേ ഞാനിപ്പം വേണേ പറയാം. അവിടെ മുതലായിരിക്കും അടി വരുന്നത്. വെറുതെ എന്തിനാ അവരെ കൊള്ളിക്കണോ? വേണ്ട, എന്നാൽ വേണ്ട. കിട്ടുകയെന്ന് ഞാൻ എല്ലാവർക്കും തന്നേച്ച് ഞാൻ തന്നെ കൊണ്ടുകൊണ്ട് പോവുകയല്ല. അത് ഉദ്ദേശിക്കാൻ വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആട്ടുകൊറ്റനെങ്കിൽ ആളക്കിടാക്കളയായിട്ട് എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നത്? അവിടത്തേക്ക് ഇതൊന്നും ആവശ്യമില്ലെന്ന്. അടുത്ത വാക്യമായിരേ, എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണം. അയ്യോ, നരബലിയും വേണ്ടെന്ന്. മനുഷ്യനെ കണ്ടിക്കണ്ട കേട്ടോ, പടലി കണ്ടിക്കണ്ട. മനുഷ്യന്റെ ജോലിയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. എലന്തൂർ ഒരു തള്ളയുണ്ടായിരുന്നു, കണ്ടിച്ചു ഇല്ലേ? അവരുടെ പേര് പറഞ്ഞ എന്റെ സുഖാസിനി ഞാൻ തോന്നുന്നു. ആ വയ്യാവലിയുടെ പേര് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാ ഇതിൻ്റെയൊക്കെ പേര് ഓർത്തിരിക്കുന്നത്? സ്തോത്രം. ദൈവത്തിന് നരബലി വേണ്ട. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ അടുത്ത വാക്യം, മനുഷ്യ നല്ലത് എന്തെന്ന്. അയ്യോ മനുഷ്യ, മണർകാടുകാരെ, നല്ലതെന്തെന്ന് ദൈവം തമ്പുരാൻ കാണിച്ചു തന്നിരിക്കുക. എന്തുവാ? 1, ന്യായം പ്രവർത്തിക്കണം. ഇതാ ചെയ്യേണ്ട കാര്യം. ന്യായമായിരിക്കണം. അന്യായത്തിന് കൂട്ടു നിൽക്കരുത്, അനീതിക്ക് കൂട്ടു നിൽക്കരുത്. ന്യായം പ്രവർത്തിക്കണം.
ഉദാഹരണമാ. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങക്കോ ഉപ്പാപ്പനോ അല്ലെ കൊച്ചപ്പനോ വസ്തുവൊക്കെ വീതം വെക്കും അവരുടെ ഒന്നും അടിച്ചു മാറ്റരുത്. കള്ളയാതാരം ഒന്നും ഉണ്ടാക്കരുത്. മിണ്ടണ്ട. നാളെ വരികയല്ലെന്നല്ലേ ഉള്ളൂ, മതി. എന്തിനാ ഇങ്ങനെ ഗുണമില്ലാതെ തള്ളിക്കൊണ്ട് വരുന്നത്? ഓരോ യോഗം കഴിയുമ്പോഴും വാശി കൂടുക. എടാ, ഓരോ യോഗം കഴിയുമ്പോഴും പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും രൂപാന്തരം വരണം. ചിലവ് ഇനി നാളെ എവിടാ? നീ അനിയനുമായിട്ട് മിണ്ടിയിട്ട് എത്ര നാളായണ ചോദിക്കാം, നാളെ എവിടാന്ന്. ഒരു സെന്ററിലാ കൂടുന്നത്, കൈ കൊടുക്കുകയല്ല. മറ്റന്നാൾ എവിടെ ശുശ്രൂഷ? മിണ്ടുന്നില്ല. 9:30 നിർത്താം. വായിച്ച് കാണിക്കണേ. സ്വോത്ര പുള്ളിക്ക് അതാ വിഷയം. എന്നാ ഇനി സ്വോത്ര അടിച്ചെടുത്തു. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന് ആടും വേണ്ട, കോഴിയും വേണ്ട, ഒന്നും വേണ്ട. എന്തുവാ വേണ്ടത്? ഒന്ന് ന്യായം പ്രവർത്തിക്കണം. മനുഷ്യ ചേർത്ത് വായിര്. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്തുവാ? ന്യായം പ്രവർത്തിപ്പാൻ. ഒന്ന് ന്യായം പ്രവർത്തിക്കണം. അനീതിക്ക് കൂട്ടു നിൽക്കരുത്. അനീതിയുടെ കൂലി കൊതിക്കരുത്. ബിലിയാമിനെ പറ്റി കൊടുത്തിരിക്കുന്ന അനീതിയുടെ കൂലി കൊതിച്ചെന്ന ആവശ്യമില്ലാത്ത ഒരു രൂപ നിന്റെ കയ്യിൽ കാണരുത്. പാസ്വേഡല്ല ഞാൻ പറഞ്ഞു, ഞാൻ ചൂണ്ടിയെന്നേ ഉള്ളൂ. പാസ്വേഡൊക്കെ നീയാക്ക് എന്നോട് തന്നെ ആയിത്തരാം. ഒന്നുമില്ല. കൈ വെടിപ്പായിരിക്കണമെന്ന്. മറ്റുള്ളവനെ ചതിച്ച് വഞ്ചിച്ച്, നാടൻ ഭാഷ പറയാം, അവനെ കമത്തി അടിച്ച്, അവനെ ഒതുക്കി, അവനെ തകർത്ത്. ഇന്നാൾ ഒരാളെ പറ്റി അവനെ ഞാൻ പൂട്ടി, ഇനി അവൻ ആയുസി പൊങ്ങുകയല്ലെന്ന്. അയ്യോ, ദൈവം നിന്നെ പൂട്ടാതിരിക്കട്ടെ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! എൻ്റെ പ്രിയരെ, നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ആട്ടെ ദൈവത്തിന്റെ മഹത്വം. നീതിയെ പ്രവർത്തിക്കാവൂ. നീതി. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിക്കണം. ദയാതൽപരൻ. ജീവിതത്തിൽ ദയ വേണം. ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അല്ലാതെ വേറൊന്നും ചോദിക്കുന്നില്ല. ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ തന്നെ ചില ആൾക്കാർ പറയും, ഞാൻ 5 സെന്റ് സ്ഥലം ദൈവത്തിന് കൊടുത്തെന്ന്. കാരണം പുള്ളി ലക്ഷം വീട്ടിൽ കിടക്കുക. ഈ പുള്ളി 5 സെന്റ് കൊടുത്തു വെച്ച് പിന്നെ സഭയുടെ ശീലാന്തിയിലായിരിക്കുന്നത്. പുള്ളിയുടെ കയ്യിലാണ് മുഴുവൻ ചരടും. പുള്ളി പറയാൻ പോലെ പിന്നെ ഇവിടുത്തെ യോഗമല്ല. മിക്കയിടത്തും അങ്ങനെ ഉണ്ട്. അവർ പറയാൻ പോലെ പിന്നെ കൊടുത്തത് ചൊവ്വിന് കൊടുക്കത്തുമില്ല. പകുതി അവരുടെ വസ്തുവിലും പകുതി ചർച്ചിനും പൊളിക്കാനും ഒക്കുകയല്ല. അങ്ങനെയുള്ള സഭകളുണ്ട്. ഇവർക്കൊക്കെ അറിയാം എവിടാന്ന്. നിങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത് ഉള്ള കാര്യമായി പറയുന്നത്. 5 സെന്റ് സ്ഥലം എന്നാൽ കൊടുത്തപ്പം ചൊവ്വിന് കൊടുക്കുക. ദൈവത്തിന് ഇതൊന്നും ആവശ്യമല്ല. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി ഒറ്റ വാക്ക് പറ, കർത്താവേ എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, എന്നെ ഇന്ന് രാത്രി തരിക. എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് തരിക. അനുതാപഹൃദയത്തോടെ, ആത്മതപനത്തോടെ, പ്രാർത്ഥനയോടെ, മനസ്താപത്തോടെ, മനോദുഃഖത്തോടെ അവൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും യേശു കൈവിടുകയല്ല. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന യേശു. ഓടിച്ച് മുമ്പോട്ട് പോകാം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എല്ലാവരും രക്ഷപ്പെടണം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ഇതൊക്കെ ഞാൻ എല്ലായിടത്തും ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യമാണ്. കാരണം ഇത് പറയണം, ഇതല്ലയോ പറയേണ്ടത്. ആരാ കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം 1-ാം വാക്യം, സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. സകല ജാതികളും. അങ്ങനല്ലയോ ദൈവനാസനം? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ജാതിയും ഈ വർഗവും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാ കേട്ടോ. ഞങ്ങൾ ഇച്ചിരി കൂടുതലാ, അവർ കുറവാ. മറ്റവർ മുഖത്തിൽ നിന്ന് വന്നതാ, ഇവർ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാ, മറ്റേത് കാലിൻ്റെ അവിടെ നിന്ന് വന്നതാ, മറ്റേത് പാറത്തിൻ്റെ അവിടെ, ബാക്കി അതെവിടെ നിന്നാ വന്നെന്ന് ആർക്കും. ഈ ഊളത്തരവെല്ലാം പഠിപ്പിച്ച് ഉള്ള വെടലത്തരവെല്ലാം ഇത് കണ്ടുകൊണ്ട് ചിലതങ്ങ് ഇളകുക. അതെ, വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയെ ഉളവാക്കി. പക്ഷെ നമ്മുടെ ആൾക്കാരും വിശ്വസിക്കുന്നില്ല. ഇല്ല, പറയാം ഇങ്ങനെ ഗ്ലോറി വിക്ടറി എന്നൊക്കെ ചുമ്മാ ഇളകുക. ഒറ്റൊരുത്തിന് വിശ്വാസമില്ല. ഇതെല്ലാം പ്രസംഗിച്ചേച്ച് പറയും ഞങ്ങൾ അവിടുന്ന് വന്നതാണ്. എവിടുന്നാ?
കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു വഴക്കുണ്ടാക്കുമ്പം ഞങ്ങൾക്ക് മനസ്സിലായി കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ. മനസ്സിലായില്ല? മനസ്സിലായല്ലോ, അതറിഞ്ഞാൽ മതി. വടക്കുണ്ടാക്കിയപ്പോഴേ മനസ്സിലായി കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ, ഇനി തർക്കമൊന്നുമില്ലെന്ന്. ഞാൻ ഇച്ചിരി കൂടിയതാ, അവൻ ഇച്ചിരി കുറഞ്ഞതാ. എടാ പൊട്ട, പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒറ്റ ഒരുത്തനിൽ നിന്ന്. ഞാൻ ആ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ചില കാര്യം പറയാൻ ഉന്നം വെക്കുന്നുണ്ട്. മത്തായി സുവിശേഷം തുടക്കം അബ്രഹാമിൽ തുടങ്ങി. അബ്രഹാമിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായി, യേശുക്രിസ്തുവിൻ്റെ വംശാവലി. യഹൂദന് വംശാവലി ഇഷ്ടമാണ്, അതും പുറകോട്ട് പോകുന്ന ഇഷ്ടമല്ല. അബ്രഹാമിലേ തുടങ്ങാവൂ. അതാ പുറകോട്ട് പോയാൽ പരുവക്കേടാ. നമ്മുടെ ആൾക്കാരും അങ്ങനെ കുടുംബചരിത്ര പുസ്തകം കുറവിലിങ്ങാട്ടി എന്നൊരു അപ്പം വന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി യാതൊരു വിവരവും. നിങ്ങൾ പിണങ്ങാനൊന്നുമല്ല പറഞ്ഞത്. എന്നെ നോക്കി ഇങ്ങനെ സ്പർദ്ധയോടെ നോക്കുകയും വേണ്ട. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത്. യഹൂദനും ഇതാ അബ്രഹാമിലേ തുടങ്ങാവുള്ളൂ, പുറകോട്ട് പോകരുത്. പുറകോട്ട് പോയ വിഷയമാ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജാതി ജനത വംശം ഉടലെടുക്കുന്നത്. നദി കടന്നു വന്നവൻ, അവർക്ക് അവിടെ തുടങ്ങുന്നതാണ് ഇഷ്ടം. മത്തായി യഹൂദനെ ഉന്നം വെച്ചാന്നല്ലേ എഴുതിയത്. അതുകൊണ്ട് അബ്രഹാം മുതലാണ് തുടങ്ങിയത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ ദാമാരിൽ പേരസിനെയും സേരഹിനെയും ജനിപ്പിച്ചു. പിന്നെ ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു, അരാം അമ്മീനാദാവിനെ ജനിപ്പിച്ചു, അമ്മീനാദാം നഗശോനെ ജനിപ്പിച്ചു, നഗശോൻ ചൽമോനെ ജനിപ്പിച്ചു, ചൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. അപ്പൊ ഇവര് അബ്രഹാം മുതലാണ് തുടങ്ങുന്നത്. അവർക്കതാ ഇഷ്ടം, പുറകോട്ട് പോകുന്ന ഇഷ്ടമല്ല. പക്ഷേ വേറൊരാളും കൂടെ ഈ വംശാവലി എഴുതി. നിങ്ങൾക്കറിയാം ആരാ? ലൂക്കോസ് എഴുതിയപ്പോൾ നേരെ അങ്ങോട്ട് എഴുതി അബ്രഹാമിൽ നിർത്തിയില്ല, നേരെ വന്ന് ആദാമിലാണ് നിർത്തിയത്. എന്നിട്ട് പറഞ്ഞ ആദാം ദൈവത്തിൻ്റെ അതന്നെ. ലൂക്കോസ് ഈ മത്തായി യഹൂദന്മാരുടെ രാജാവാക്കിയ യേശുവിനെ പ്രദർശിപ്പിക്കുന്നത്. ലൂക്കോസ് മനുഷ്യപുത്രനായിട്ടാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. മനുഷ്യപുത്രനായിട്ട് വെളിപ്പെടുമ്പോൾ ഒന്നാം മനുഷ്യനെ പറയണം. അതിന് ആദാമിൽ വന്ന്. പ്രസാദ ഭാഷയ്ക്ക് മനസ്സിലാകാതെയാണോ അതോ ഞാൻ പ്രസംഗിക്കുന്ന വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്നെ മുഖത്തൊരു കോത്രാഴ്ചയൊക്കെ കിട്ടും. ഒന്നും ഭാരപ്പെടണ്ട, ദൈവം അത്ഭുതം ചെയ്യും. ഇതൊന്നും ഓർത്ത് വ്യാകുലപ്പെടണ്ട. അയ്യോ ഞാൻ അനുഭവസ്ഥനാണ്, ആൾക്കാരും നാളെ വന്നോളും. ഇത്രയും പേര് വന്നില്ലേ? പിന്നെ അത് പരുവക്കേട് വന്ന ആദ്യം അങ്ങ് കസാര മൊത്തം ഇട്ടത് കൊണ്ടാണ്. കസാര ഇടാൻ തുടങ്ങി നമുക്ക് പെട്ടെന്ന് ഇട്ടേക്കാം, പിന്നെ ഇടണ്ടല്ലോ. അവരും അങ്ങ് ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, വരും. ഇനി ആര് രണ്ടെണ്ണം ഉള്ളതിലും ഞാൻ നാളെ പ്രസംഗിക്കും. എനിക്ക് ഒത്തിരി ആളൊന്നും വേണ്ട. എന്തിനാ ഇങ്ങനെ കുത്തിയിരിക്കാനാണ് നാളെ വരാതിരിക്കുന്നതാ? ഒരു ഗോത്രവും പറയുന്നില്ല, ഒരു സഹായവും ചെയ്യുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി യഹൂദന്മാരെ ഉന്നം വെച്ച് രാജാവായ യേശുവിനെ വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് അബ്രഹാമിൽ തുടങ്ങിയത്. ലൂക്കോസ് യേശുവിനെ പ്രദർശിപ്പിക്കുന്ന മനുഷ്യപുത്രനായിട്ട് യേശുവിനെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് ഒന്നാമത്തെ മനുഷ്യനെ പരാമർശിക്കണം, ആദാം. അതുകൊണ്ടാണ് നേരെ കൊണ്ട് ആദാമിൽ നിർത്തി. ആദാം ദൈവത്തിൻ്റെ മകൻ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. നിങ്ങളെല്ലാം വചനത്തിൽ നല്ല തിട്ടമുള്ളവരാണല്ലോ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ആമേൻ ലോകരക്ഷകനാണ്. സകല ജാതികളും ഇത് കേൾക്കണം. അങ്ങനെ ആയിരിക്കും. സകല ജാതികളുമായുള്ളവരെ 49:1 സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം കേട്ടോ, ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഇവിടെ ഇരിക്കുന്നവരും റോഡ് നിൽക്കുന്നവരും വ്യാപാരം ചെയ്യുന്നവരും സകല ആൾക്കാർ ഇത് കേൾക്കണം. അതിനാ ഇതാ കേൾക്കാൻ കൊള്ളാവുന്നേ. വേറെ ഒന്നും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. എല്ലാം കേൾക്കാൻ കൊള്ളാവുന്നതാണോ? എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളാവുന്നതാണോ? ഞാനെപ്പോഴും പറയും, ചില ആൾക്കാർ വർത്താനം പറയുമ്പോൾ പറയാം, എന്തുവാടാ മൂത്തവർ വർത്താനം പറയുന്നതിനിടെ? മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്തതാ മൂത്തവരുടെ വായിന്ന്. അങ്ങനെയുള്ള മൂത്തവരുണ്ട്.
ഉണ്ടെന്ന്. പ്രായമുള്ളൊരു വർത്താനം പറയുന്നത്, പ്രായമുള്ളൊരു നല്ലതല്ലല്ലോ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ ഈ മുതുക്ക് പിടിച്ചതല്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയാം, പ്രായമുള്ളവർക്കും പിള്ളേർക്കും ഇടത്തരക്കാർക്ക് യൗവനക്കാരനും യൗവനക്കാരത്തിക്കും അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാവർക്കും കൊണ്ട് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു വാർത്ത അത് സുവിശേഷമാണ്. ആർക്കും കേൾക്കാം, എവിടെയും പറയാം, ആരോടും പറയാം. ഇത് നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഒരു ഇംഗ്ലീഷ് കുഴപ്പമില്ലല്ലോ. ആഗ്രഹം കൊണ്ടങ്ങ് പറയാം, അറിയാവുന്നോട്ടൊന്നുമല്ല. ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, നല്ല വർത്തമാനം. ന്യൂസ് NEWS എന്ന് പറഞ്ഞാൽ നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും എല്ലായിടത്തും കേൾക്കാൻ പറ്റുന്നതാ സുവിശേഷം. വടക്കോട്ട് പോയി പറയാം, നോർത്തിലേ പറയേണ്ടെന്നൊക്കെ പറയുന്നേ. പറയിപ്പിക്കുകയല്ലെന്നാ. മിണ്ടുന്നില്ല. എല്ലാവർക്കും അയ്യോ, നോർത്തിലുള്ളവർക്കും ഈ വാർത്ത കേൾക്കണം കേട്ടോ, സൗത്തിലുള്ളവരും കേൾക്കണം, ഈസ്റ്റിലും വെസ്റ്റിലും എല്ലാ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു വാർത്ത സുവിശേഷമാ. പ്രൈസ് ദി ലോർഡ്. എന്നും പുകഴ്ത്തുവാൻ പറ്റുന്ന നാമമാ സുവിശേഷം. അത് സത്യസുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം. എല്ലാവരും കേൾക്കട്ടെ. കേൾക്കാൻ കൊള്ളാവുന്നതാ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ദൈവത്തിന് മഹത്വം. അടുത്തത്, ഇത് കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാലുള്ള ഗുണം, സമയം വായിച്ചിഞ്ഞതല്ലേ, പിന്നെ ഞാനങ്ങ് നിൽക്കും, നിങ്ങൾ പിന്നെ പ്രശ്നമാകും. ഇത് കറക്റ്റാണോ? ഇന്നാളൊരാൾ തെറ്റിച്ച് തന്നു 1 മണിക്കൂർ. അതുകൊണ്ടാണ് കൂടെ ചോദിക്കും. ഇതിൽ 9:20 പക്ഷേ 9 ആണ്, ശരിയാന്നേ. ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാൽ എന്തോ ഉണ്ടാകും, എന്തോ ഗുണമെന്നാ? ഞാൻ ഇങ്ങനെയാ പറയുന്നത്, സുവിശേഷം യേശുക്രിസ്തുവാണല്ലോ. ആ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി നടന്നതാണല്ലോ ലൂക്കോസും മത്തായിയൊക്കെ വിസ്തരിക്കുന്നത്. ആ വിസ്തരിക്കുന്ന ഭാഗത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ആ സുവിശേഷത്താൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി ദൈവദാസൻ ഒന്ന് വായിച്ച് സഹായിച്ചാട്ട് 8 മുതൽ വായി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പട്ടണത്തിൽ ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ പട്ടണത്തിൽ ജാതനെ പോയ പ്രതിഷ്ഠ ചെയ്ത നാഥനെ യോർദാൻ തോയത്തിൽ മജ്ജനം ചെയ്ത ദൈവദാസനെ പട്ടണത്തിൽ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, യേശുക്രിസ്തു അതാ സുവിശേഷം. ആ സുവിശേഷത്താൽ എന്ത് സംഭവിക്കും? ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് പറയുക. സുവിശേഷ യോഗമല്ലയോ? ആരംഭ ദിവസം ഇത് പറഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് വേറെ ഭാഗത്തോട്ട് പോകാം. ഇതല്ലയോ പറയേണ്ടതും, ഇതല്ലയോ കേൾക്കേണ്ടതും. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തെ പറ്റിയാ ഞാൻ പറയുന്നെങ്കിൽ കേൾക്കുന്നവരും മൃഗത്തിന്റെ സ്വഭാവമാകുക. അതെ, ഒരു കാരണയോ ആർദ്രതയോ ഒന്നുമില്ല. കുത്തുകല്ലേ. വിഷയം എന്നാ? മൃഗം സമുദ്രത്തിൽ നിന്ന് പറയുന്ന പുള്ളി ഏതാണ്ട് മൃഗത്തിന്റെ ഊര. കേൾക്കുന്നവർക്കും എല്ലാവരുടെയും കാര്യമല്ല. ഇത് കേക്ക്, ഇത് സുവിശേഷമല്ലേ? ഇതല്ലേ കേൾക്കേണ്ടത്? ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ആ സുവിശേഷം യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയിൽ സംഭവിച്ച കാര്യം. അപ്പൊ സുവിശേഷത്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയാ ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇരുട്ട് മാറും. അവിടെ എഴുതിയിരിക്കുന്ന രാത്രിയിൽ എന്നാ. അപ്പൊ ഇത് രാത്രിയിലെ സംഭവമാണ്. ആ രാത്രിയിൽ കർത്താവിന്റെ തേജസ് ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ തേജസ് വന്നു. അപ്പൊ ഇരുട്ട് മാറി. സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്.
നിന്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റും, കുടുംബത്തിൻ്റെ ഇരുട്ട് മാറ്റും, സമൂഹത്തിൻ്റെ ഇരുട്ട് മാറ്റും, ദേശത്തിൻ്റെ ഇരുട്ട് മാറ്റും, സംസ്ഥാനങ്ങളുടെ ഇരുട്ട് മാറ്റും, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റും, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ചരിത്ര തെളിവുകളും സംഭവങ്ങളും 100 തെളിയിക്കാനുണ്ട്. അനുഭവസ്ഥവർ ഇന്ന് രാത്രി ഇവിടെ കൂടിയിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ഒരു കാലത്ത് ഇരുണ്ട അനുഭവങ്ങളായിരുന്നല്ലോ. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇരുട്ട് മാറ്റും. 2 വിവരിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തുക. പോയിന്റ് അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1 ഇരുട്ട് മാറ്റും, 2 ഭയം മാറ്റും. ദൂതം എന്ന് പറയാ ഭയപ്പെടേണ്ട, ഭയം മാറ്റും. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ അവൻ ഭയത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ രോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, കടഭാരമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, ശുശ്രൂഷയുടെ വിഷയമായി ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ഞരക്കത്തോടെ ഇന്ന് രാത്രി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നെങ്കിൽ, എൻ്റെ സ്നേഹിത സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, നിന്റെ ഭയം മാറ്റുന്ന മാർഗമാ സുവിശേഷം. ഭയപ്പെടേണ്ട. അപ്പൊ 1 ഇരുട്ട് മാറ്റും, 2 ഭയം മാറ്റും, 3 സന്തോഷം ഉണ്ടാകും. സന്തോഷം അവിടെ എഴുതിയിട്ടുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായത്. മഹാസന്തോഷം. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അവർക്ക്, ലോകക്കാർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ സന്തോഷം കൂടും, ഇല്ലേ? ഉണ്ട്. മോൻ ഗൾഫിൽ പോയി, സന്തോഷമാണ്. നല്ല സാലറിയാണ്, സന്തോഷമാണ്. അവന് ഭയങ്കര ബിസിനസ്സാണ്, ബിസിനസ്, സന്തോഷമാണ്. അതൊക്കെ ഈയിടെ വലിയ വീട് വെച്ചു, 15 മുറി, ആയിക്കോട്ടെ, സന്തോഷമാണ്. ഓടി എടുത്തു, ഓടി, നേരത്തെ ഓടിയതാ, ഇപ്പം ഓടി, സന്തോഷമാണ്. അതിൻ്റെ ഗ്ലാസ് എല്ലാം താത്ത് വെച്ച് കൊച്ചിനെ കയറ്റി ഇങ്ങനെ ഒരു ഊറയില്ലാതെ നടന്നതാ. മനസ്സിലാകുന്നില്ല. അല്ല, പൊക്കോ സന്തോഷം, അതെല്ലാം സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. റബ്ബറിൻ്റെ വില കൂടി, സന്തോഷമല്ലയോ? പിന്നെ ഒട്ടുപാലും അത്ര മോശമല്ല, സന്തോഷമാണ്. കുരുമുളകും കയറി വരുന്നുണ്ട്. ഇതെല്ലാം ലോകക്കാർക്ക് സന്തോഷമാണ്. പൂട്ടാൻ്റെ ആറ്റായെടുത്ത് അടിച്ചു. നമ്മുടെ ആൾക്കാരും ബൈബിൾ വെച്ച് അടിക്കണേ. സ്വത്രാഴ്ചയുടെ പൈസയാ അടിക്കുന്നെ. ലോകക്കാർക്കല്ല ഇതാ സന്തോഷം. ദാവീദ് മകൻ തന്നെ പറഞ്ഞേ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം. എന്നാൽ ഒരു ദൈവവേദന ഇതല്ല സന്തോഷം. അതിനാ ധാന്യവും വീഞ്ഞും അതെല്ലാം നിന്ന് പോകും, തീർന്നു പോകും. മനുജ നിന്റെ ധനമതു നിന്നയാതെ മനുജ, നിന്റെ ധനമതു നിന്നയാതെ മനുജ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനിൽ ക്ഷണം പൊട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാ, പരനെ വേഗം ചരണമാക്കി മരുവിടേണം തരണിയിൽ മനുജ, നിന്റെ ധനമതു നിന്നെ മനുജ. വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലെ, വിലതുന്നു പല നീർ അതിൻ പൊട്ടിച്ചാരൻ. വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലെ, വിലതുന്നു പല നീർ അതിൻ പൊട്ടിച്ചാരൻ. ശലോമോനും അറിയും കഴിഞ്ഞില്ലതാലെ, പരനെ വേഗം ശരണമാക്കി മരുവിടേണം തരണിയിൽ, പരനെ വേഗം ശരണമാക്കി മരുവിടേണം തരണിയിൽ മനുജ, നിന്റെ ധനമതു നിന്നയാതെ മനുജ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ധാന്യവും വീഞ്ഞും എല്ലാം നിന്നു പോകുന്നതാ. എന്നാൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ഞാൻ പറഞ്ഞങ്ങ് നിർത്താം, ഇന്ന് ബാക്കി നാളെ മതി. ഒരു ദൈവത്തിന് സന്തോഷം വരുന്നത് ഓടിച്ചു പറയാം, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾക്കറിയാം, വേദപുസ്തകം അറിയാവുന്നവരെ അവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് ചിലർ വേദപുസ്തകം കൊണ്ടുവരിക പോലുമില്ല, അറിയാവുന്നത് കൊണ്ടാണ്. അറിയാം, ഇനി അഥവാ കൊണ്ടുവന്നാൽ തുറക്കുക പോലുമില്ല. എനിക്കിഷ്ടമാവരെ അറിയാമല്ലോ. പിന്നെ
പിന്നെ ഇവരുടെ ഓർമ്മ വരാത്ത വാക്യം വല്ല സഭായിൽ നടന്നിരുന്നപ്പോൾ ഒരാളെ 12:30 വിളിക്കുക. ഞാൻ പറഞ്ഞു ഏതോ വിളിച്ചതാ, എവൻ അറിയത്തില്ലയോ ഇയാൾ സഭായിൽ പാസ്റ്ററാ, നമ്മുടെ അവിടെ വന്ന് ഓർക്കുന്നില്ലേ, പിന്നെ പാസ്റ്ററാ. 12:30 കോള്. ഞാൻ പറഞ്ഞു ഗുണംവിടാത്ത ആരാണ്ട് ആ പുള്ളിയെ വിളിക്കുന്നത്. ഭാവിച്ചാൽ ഞാൻ കള്ളവല്ല പറഞ്ഞ, സത്യം. ഞാൻ സത്യമേ പറയുള്ളൂ, അറിയാമല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. മൊബൈലിൽ കളിച്ചിരിക്കുകയല്ല, പുള്ളി തിരുവെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. പീലിപ്പച്ചൻ ചോദിച്ചാൽ എന്തുവാ കയ്യിലിരിക്കുന്നത്? തിരുവെടുത്ത്. ചുരുട്ടാന്നോ ചുരുളാന്നോ? ഇന്ന് തന്നെ പറയും ചുരുട്ട്. പള്ളിയിൽ പോയി ഇടവകയാന്നു, മണർകാട് ഇടവക. ചുരുട്ടല്ല, ചുരുളാ, തോൽ ചുരുള്. ബാക്കി നാളെ. എന്തുവാ വായിക്കുന്നത്? യെശയ്യാ 53. ഏത് ഭാഗമാ? അറുക്കാനുള്ള ആടെ പോലെ കൊണ്ടുപോയെന്ന്. ഇത് ആരെ പറ്റിയാ? വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് ചണ്ണം പറഞ്ഞു, പൊരുള് തിരിച്ചു തരാൻ ഞാനിങ്ങനെ വായിക്കുന്നുള്ളൂ. എന്നും വായിക്കും, രാവിലെയും വായിക്കും, ഉച്ചയ്ക്കും വായിക്കും, സന്ധ്യയ്ക്കും വായിക്കും. അങ്ങ് വായിക്കുക.
നമ്മുടെ ഇടയിലുണ്ട് ചില ആൾക്കാർ വായിക്കുക അർത്ഥം എന്നതാണെന്നോ കുത്തോ കോമായോ അനസ്വാരമോ വിസർഗമോ ഇതൊന്നും അറിയത്തില്ല, അങ്ങ് വായിക്കുക. ശവോടക്കിന് വായിച്ചു, ഞാൻ എപ്പോഴും പറയാറ്, ശവോടക്കിന് വായിച്ചു, ഞാൻ എപ്പസോസി വെച്ച് മൃദംഗ യുദ്ധം ചെയ്തെന്ന്. വായിക്കുക മൃദംഗ യുദ്ധം. അപ്പൊ TCOS പറഞ്ഞു തവലയും കാണും, നീ ഇനിയും വായിക്കണ്ട, അങ്ങ് വായിക്കുക. വേറൊരാൾ സങ്കീർത്തനം വായിച്ചു, എൻ്റെ കടലിന്റെ നടുവിൽ കൊടലെന്നാ. അപ്പം വിശ്വാസി ഇരിച്ചപ്പോൾ അവൻ അരിശം കയറി തെറിയും പറഞ്ഞുകൊണ്ട് പോയി. നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞല്ല, നടന്ന കാര്യമാണ്. അങ്ങ് വായിക്കുക. എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ കാര്യവും പറയണമല്ലോ, മറ്റവരുടെ കാര്യം മാത്രമാണ്. KK മാത്യു മുണ്ടിയപ്പള്ളി എന്നെ ദൈവവചനം പഠിച്ച എൻ്റെ അധ്യാപകൻ ഗുരുവ മരിച്ചുപോയി. നല്ല വചനതിട്ടമാണ്. വാക്യം വായിക്കാൻ പറഞ്ഞു. ഞാനാ വായിച്ചത് കൊരിന്ത്യ ലേഖനം. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അനാവശ്യമായിരിക്കും. ഇതാ വാക്യം. ഞാൻ വായിച്ചു, പ്രസവിക്കുന്നതിനാൽ പ്രയോജനമില്ല. പുള്ളി ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞ് പ്രയോജനമില്ലെന്ന്? എഴുന്നേക്കടാ, ആര് പറഞ്ഞത് പ്രയോജനമില്ലെന്ന്? അയ്യോ, അദ്ദേഹത്തെ അറിയാമല്ലോ, മുണ്ടിയപ്പള്ളിയിൽ. എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞ് ക്ലാസ്സിന് വെളിയിൽ പോടാന്ന് പറഞ്ഞു, എന്നോട് ഇറക്കി 100 പ്രാവശ്യം. പിന്നെ ഞാനങ്ങ് വായിച്ചു വിടത്തില്ല, ശ്രദ്ധിക്കും. എന്നാലും തെറ്റുണ്ട്. ഇന്ന് ഞാൻ ഒരാളെ കൊണ്ട് വാക്യം വായിപ്പിച്ചു, യഹോവ എന്നാ. പുള്ളി അങ്ങ് വായിക്കുക, യഹോവ യഹോവേ യഹോവോ എന്നാന്ന് പുള്ളിക്കും. വായാന്നോ വി ആന്നോ ഊ ആന്നോ? മാണിച്ചാ, ഞാൻ സത്യം പറഞ്ഞതാണ്. മാണിച്ചാ എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നേ? വായിച്ച കാര്യമായി പറഞ്ഞേ. ഇവിടെ വായിക്കുക. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? അയ്യോ, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? പൊരുൾ തിരിച്ചേച്ച് ഈ തിരുവഴുത്ത് അടിസ്ഥാനമാക്കി സുവിശേഷം യേശുവിനെ പറ്റി 35 വായിച്ചേ. 35 എടുത്തല്ലോ, 35 വായിര്. ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു. ഈ തിരുവഴുത്ത് ആധാരമാക്കി സുവിശേഷം എന്തിനേറെ വിസ്തരിക്കുന്നില്ല. സുവിശേഷം അറിയിച്ച് അങ്ങോട്ട് പോയപ്പം വെള്ളമുള്ള സ്ഥലം. ഉടനെ ക്ഷണം പറയാം, വെള്ളം അതിനെ ദാഹിക്കുന്നു? അല്ലല്ലല്ല, സ്നാനം. അപ്പൊ യേശുവിനെ പറ്റി സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനവും പറയണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. സ്നാനം പറഞ്ഞു. അതെങ്ങനെയാണെന്നും പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങണമെന്ന്. അതുകൊണ്ടല്ലേ പറഞ്ഞു വെള്ളം തളിക്കാനാന്ന്. ഒരു കുപ്പി വെള്ളം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കുടിക്കാൻ കൊണ്ടുവന്ന. എന്നാ ഇപ്പൊ തന്നെ അങ്ങ് കുടഞ്ഞേര്. എന്നാ ഈ പൊട്ട് പിടിച്ചതിനൊക്കെ ഇനി ബോധം ഉണ്ടാകുന്നത്? കുപ്പിക്കകത്ത് ഫ്ലാസ്കിനകത്തുണ്ട്, കുടഞ്ഞേര്. എന്നെ അങ്ങ് മുക്കിക്കും. കുതിര തലതൊട്ടപ്പനാകും വേണേ. വെള്ളത്തിലിറങ്ങണം. വെള്ളം ഇവിടെ കാണും, ഇനിയും കാണും. നീ വിശ്വസിക്കുന്നു? എങ്കിലാകാം. വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി പീലിപ്പോച്ചനെ ആത്മാവ് പൊക്കി അസ്തോതി കൊണ്ടുപോയി. ഷണ്ണനെ പറ്റി വായിക്കുന്ന അവൻ സന്തോഷിച്ചു പോയെന്ന അങ്ങനെ എഴുതിയേക്കുന്നത്. വായിരേ, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. നമ്മുടെ സന്തോഷം സ്നാനപ്പെടുമ്പം. ഒരു ദൈവഭക്തനിൽ സന്തോഷിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോ സന്തോഷമാണ്. 2 സ്നാനപ്പെടുമ്പം. അങ്ങനെയാണ് സ്നാനപ്പെട്ടെ കാല് തെറ്റി വെള്ളത്തിൽ പോയതാന്ന്. അത് സന്തോഷമാണ്. നീ എന്തിനാ സ്നാനപ്പെട്ടെ? ഭാഷ പറഞ്ഞ് കല്യാണം നടത്തണേ സ്നാനപ്പെടാതെ രാത്രി കൊണ്ട് നമ്മുടെ തോണ്ടറക്കടവിൻ്റെ അവിടെ കൊണ്ട് മുക്കി. അവനുണ്ടായിട്ട് അക്കരയ്ക്ക് പോയി. അക്കരെ കയറിയപ്പോഴെങ്കിലും പോവുക എന്ന് പറയണ്ടേ? അങ്ങനൊന്നും അല്ല സ്നാനം. ഇത് ശരിയായ സ്നാനം. സ്നാനം നടന്ന് യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ. ഇത് ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ ആലോചനയാ. യേശു മാതൃക കാണിച്ചു. സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ നമുക്ക് മാതൃകയാ. അന്നെ തുടർന്നു പോകുക, നമുക്ക് മാതൃകയാ. തുടർന്നു
അപ്പൊ രക്ഷിക്കപ്പെട്ട സന്തോഷം, രണ്ട് സ്നാനപ്പെടുമ്പം സന്തോഷം. ഇതാണ് നമ്മുടെ സന്തോഷം. അപ്പൊല്ലോസ് കൊടുത്തിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിച്ച എഫെസോസിൽ വന്നു. വിശ്വാസത്തിലാണോ? പിന്നെ പരിശുദ്ധാത്മാവിനെ ഉണ്ടെന്ന് പോലും എന്നാ തമ്പേറെടുത്തോന്നല്ല പറഞ്ഞു, സ്നാനം ഏതായിരുന്നെന്നാ കാര്യങ്ങൾ പറഞ്ഞു, ഉപദേശം പറഞ്ഞ് കാര്യങ്ങൾ തെളിയിച്ചു. ഒടുവിൽ കൈവച്ച് പ്രാർത്ഥിച്ചവരെല്ലാം ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച് ഏതാണ്ട് 12ഓളം പുരുഷന്മാരും ഉണ്ടായിരുന്നു. അഭിഷേകം പ്രാപിച്ചു. എഫെസോസിലാണല്ലോ. എഫേസ് ലേഖനം കൂടെ ചേർത്ത് പഠിച്ചാൽ അതവർക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ അഭിഷേകം പ്രാപിക്കുന്ന സന്തോഷമാണ്, രക്ഷിക്കപ്പെടുന്ന സന്തോഷമാ, സ്നേഹപ്പെടുന്നതും സന്തോഷമാ, അഭിഷേകം പ്രാപിക്കുന്നതും സന്തോഷമാ. ഒരു സന്തോഷം കൂടെ പറഞ്ഞേച്ച് പോകാം, പക്ഷെ അത് സന്തോഷം, പക്ഷെ കേൾക്കുന്നവർക്ക് സന്തോഷം വരുമോന്ന് അത് മറ്റൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. നിങ്ങൾ ഓർക്കുന്നത് പിന്നെ സ്വോത്രകാഴ്ചയുടെ കാര്യമായിരിക്കും. അതൊന്നുമല്ല. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ മുടന്നിരുന്നു. പത്രോസ് യോഹന്നാൻ ചെന്ന് യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു. നരിയാണി ഉറച്ചു. അവൻ തുള്ളിച്ചാടി. അവനെ തുള്ളിച്ചില്ല, അവനങ്ങ് തുള്ളുകയായിരുന്നു. ഇപ്പൊ നമ്മൾ തുള്ളിയാട്ട് ഒരിക്കൽ കൂടെ പോരാ, ശക്തിയോടെ ഇത് പോരായി എന്നത്. അന്നേരം വേറൊരു പാട്ട് ഇത് മതിയെന്ന്. ഒരാൾ പറഞ്ഞു ഇത് പോരായി. അപ്പം അടുത്ത പുള്ളി പാടി ഇത് മതിയേ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കിയാൽ അവർ സന്തോഷിച്ചു പോയെന്ന 5-ാം അധ്യായത്തിലല്ലയോ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 40 മുതലാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേര് ചൂണ്ടുവരലിരിക്കുന്നിടത്ത് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചും ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചും അവരെ വിട്ടയച്ചു. അടുത്തത് തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കിയാൽ അടിച്ചവനെ പ്രാഗി നീ ഗുണം പിടിക്കുകയല്ല നിന്റെ സന്തതിയുള്ള കാലത്തോളം. അങ്ങനൊന്നും അല്ല പറഞ്ഞേ. നിന്നെ പിന്നെ കണ്ടോളാം, അങ്ങനെയാണോ പറഞ്ഞേ? ഞാൻ ചെങ്കൽച്ചുളയിൽ നിന്ന് പിള്ളേരെ ഇറക്കുന്നുണ്ട്, അങ്ങനെയാണോ പറഞ്ഞേ? മട്ടാഞ്ചേരി നീ ഞാൻ പിള്ളേരെ അങ്ങനെയാണോ? എന്നെ നോക്കി ചിരിക്കുന്നേ? എന്നാ കുനിഞ്ഞിരിക്കുന്നേ? അത് പിന്നെ വായിക്കാം, ഇങ്ങോട്ട് നോക്ക. ദൈവത്തിന് മഹത്വം. അടിച്ചവനെ ഉപദ്രവിച്ചവനെ പഠിച്ചില്ല, പ്രാഗിയില്ല. അടുത്ത വാക്യമാക്കിയ തിരുനാമത്തിന് വേണ്ടി തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായിട്ട് എണ്ണപ്പെടുകയാൽ ഇത് സന്തോഷമാ. എന്നെ കേൾക്കുന്ന സഹപടന്മാരെ, ദൈവദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, നിന്നെ ആക്ഷേപിക്കുമ്പോൾ, നിനക്കെതിരെ അപമാനം പറയുമ്പോൾ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ വിടക്കം തണ്ണുമ്പോൾ, നീ ചെയ്യാത്ത പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിനക്കെതിരെ കരുക്കളൊരുക്കുമ്പോൾ ക്ഷീണിക്കരുത്, മടിക്കരുത്, സന്തോഷിക്കുക. ഞാന് ഈ ബഹുമാനപ്പെട്ട മാഷക്കറിയാം, ഞാൻ ചില തീച്ചൂളക്കകത്തൂടൊക്കെ പോയപ്പോൾ എനിക്ക് ധൈര്യം തന്നയാള് അതിലൊരാൾ ഇദ്ദേഹമാണ്. അത് നന്ദിയോടെ ഞാൻ എല്ലായിടത്തും പറയും, എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറയും. ദൈവത്തിന് ഭാവിച്ചാനും മോശമല്ലായിരുന്നു, എനിക്ക് സഹായമായിരുന്നു. ആ സമയത്തൊക്കെ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമായിരുന്നു സഭയിൽ. ഇതൊക്കെ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. ഇപ്പം എന്നെ വിളിക്കുന്നില്ല, എന്നാന്നോ? ദൈവത്തിന് മഹത്വം. ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മറക്കത്തില്ല. ഒരു കൺവെൻഷന് പോകാനായിട്ട് ഞാൻ ഒരുങ്ങി, വലിയ പ്രതിസന്ധി. അപ്പം ഈ ദൈവദാസൻ പറഞ്ഞു, അങ്ങോട്ട് പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. ഞാനത് ഓർക്കുന്നുണ്ടോ പാസ്റ്റർ ഓർക്കുന്നുണ്ടോന്ന്? സന്ധ്യയ്ക്ക് ഞാൻ മറന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വചനത്തെ കൂടെ കൂട്ടുപിടിച്ച് പറയാം. അപമാനവും ആക്ഷേപവും നിന്നെ വരുമ്പോൾ ആസ്വദിക്കണം, സന്തോഷിക്കണം. വിഷയം വേറെയാണെങ്കിലും കർത്താവിൻ്റെ മരണത്തെ പറ്റി പറയുന്നത് എബ്രായത്തിൽ ആസ്വദിച്ചെന്നാ. മരണം ആസ്വദിച്ച്. അയ്യോ, കഷ്ടാനുഭവങ്ങളെ ഒന്ന് ആസ്വദിക്കണം. പിറുപിറുക്കരുത്, ഉടക്കരുത്, എതിര് പറയരുത്, മറുപടി പറയരുത്, വഴക്കം പുക്കാറിനും പോകരുത്. മുട്ടയിലിരിക്കണമെന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്.
സന്തോഷിക്കണം, സന്തോഷിക്കണം. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുവദിച്ചാൽ നാളെയും മറ്റന്നാളും ഒന്നിച്ചുകൂടാ. ഇതുവരെ എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി ചൊല്ലുന്നു. അല്പസമയങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ദൈവത്തിന് മഹത്വം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണം പാടി അങ്ങ് നിർത്താം. പഴയ പാട്ടാ. കഷ്ടങ്ങൾ എത്ര ഏറിലും കലങ്ങിടാതെ നിത്യവും, കഷ്ടങ്ങൾ എത്ര ഏറിലും കലങ്ങിടാതെ നിത്യവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതി മൂലമോ, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതി മൂലമോ, കണ്ണിന്മണിക്കു തുല്യമാ എണ്ണുന്നതിന് തക്കതായി സ്തുതിച്ചിടാൻ, കണ്ണിന്മണിക്കു തുല്യമായി എണ്ണുന്നതിന് തക്കതായി സ്തുതിച്ചിടാൻ, എന്നന്തരംഗമേയവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേയവന്റെ മറപ്പതോ, എന്നുള്ളവേ സ്തുതിക്കണീ യഹോവയെ നിരന്തരം, എന്നുള്ളവേ സ്തുതിക്കണീ യഹോവയെ